ഹലോ, ഇന്ന് നമുക്കൊരു ഇഫ്താർ സ്നാക്ക് ഉണ്ടാക്കിയാലോ? വെജിറ്റബിൾ സ്പ്രിംഗ് റോൾ. അപ്പോൾ ചിക്കനോ ബീഫോ മുട്ടയോ ഒന്നും വേണ്ട കേട്ടോ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ. നല്ല ടേസ്റ്റുമാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്സ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള നേരിയതായിട്ട് കൊത്തി അരിഞ്ഞതാണ് ചേർക്കുന്നത്. മീഡിയം വലിപ്പത്തിലുള്ളൊരു സവാളയാണ് കേട്ടോ. സവാളയൊക്കെ ഇവിടെ വാടിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കുക. ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല, പിന്നെ 1/4 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് കേട്ടോ ചേർത്തെടുക്കുന്നത്. പിന്നെ ഞാൻ ഒരു പൊട്ടറ്റോ, വലിയൊരു പൊട്ടറ്റോ ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇനി ഇത് ഒരു 3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിവിടെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളിയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർക്കാൻ. പിന്നെ ഞാൻ ഒരു 1/4 കപ്പ് ഗ്രീൻ പീസ് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വേവിച്ച ഗ്രീൻ പീസാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ അതുപോലെ ഒരു 1/2 കപ്പ് ക്യാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനി നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഓവറായിട്ട് കുക്ക് ചെയ്യൊന്നും വേണ്ട കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടികളുടെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കുള്ളൊരു ദോശ ബാറ്റർ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ ദോശ നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ മൈദ വെച്ച് മാത്രം ദോശ ഉണ്ടാക്കിയാലും മതി കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് കട്ടയൊന്നും കൂടാതെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല തിക്ക് ബാറ്ററാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി ഇതിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ നമുക്കൊരു ചെറിയ ബൗളിലേക്ക് മാറ്റണം. സ്പ്രിംഗ് റോളൊന്ന് ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ദോശ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ ഞാനിവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ബ്രഷ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ മുക്കിയിട്ട് ഈ പാനിൽ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഹോൾസ് ഇല്ലാതെ വേണം നമ്മൾ ബാറ്റർ ബ്രഷ് ചെയ്തിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് റോൾ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് അടച്ചു വെക്കൊന്നും വേണ്ട കേട്ടോ. 1 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ദോശ കുക്കായിട്ട് കിട്ടും. ഇനിയിപ്പോൾ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ നേരിയ ദോശ ഉണ്ടാക്കിയെടുത്താലും മതി. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് റോൾ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നല്ല തിന്നായിട്ട് വേണം കേട്ടോ നമ്മൾ ദോശ ഉണ്ടാക്കിയെടുക്കാൻ. നമ്മൾ ദോശ ബാറ്റർ ഉണ്ടാക്കുമ്പോൾ എടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ഡബിൾ ആയിട്ട് എടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ഈ ഫില്ലിങ്സ് റോൾ ചെയ്യാനായിട്ട് ദോശ തികയുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ദോശയുടെ ഒരു അരികിലേക്കായിട്ട് വേണം നമ്മൾ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാൻ. 2 സൈഡിലും കുറച്ച് ഗ്യാപ്പ് വിടണം. അതിനുശേഷം ബാറ്റർ ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബാറ്റർ, അത് ഇതിൻ്റെ എല്ലാ സൈഡിലും ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. സ്പ്രിംഗ് റോള് നല്ലപോലെ ഒട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കുക. അതിനുശേഷം 2 സൈഡും ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് റോൾ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ സ്പ്രിംഗ് റോൾ ഇവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം ഇവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ഫ്രൈ ആക്കിയാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാനിൽ കുറച്ച് ഓയിലേ ഞാനിവിടെ തിളപ്പിച്ചിട്ടുള്ളൂ. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. കാരണം ഫില്ലിങ്സ് ഒക്കെ ആൾറെഡി കുക്കായതാണ്. അപ്പോൾ പുറമേ മാത്രം ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ തിരിച്ചും മറിച്ചിട്ടിട്ടൊക്കെ ഒന്ന് ഫ്രൈ ആക്കുക. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നല്ല പോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു സ്ട്രൈനറിലോട്ട് മാറ്റാം. അതിനുശേഷം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി വെജിറ്റബിൾ സ്പ്രിംഗ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് ചൂടോട് കൂടി തന്നെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്പ്രിംഗ് റോളാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിൾസ് ചേർത്താൽ മതി. ഞാനിപ്പോൾ എടുത്ത വെജിറ്റബിൾസ് തന്നെ വേണമെന്നൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പനീറൊക്കെ എടുക്കാം കേട്ടോ. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് ഇരിക്കുന്നത്. പിന്നെ ഒട്ടും എണ്ണ കുടിക്കില്ല കേട്ടോ, ആ പേടിയൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്പ്രിംഗ് റോളിൻ്റെ റെസിപ്പി ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ
പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ പേജ് ലൈക്കും ചെയ്യണേ. അപ്പോൾ നല്ലൊരു അടിപൊളി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.